ഹലോ. ഒത്തിരി വലുപ്പമുള്ള അഡീനിയം പൂക്കൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തലേ വർഷം തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതിലൊന്നാണ് റീപോട്ടിങ്. അതായത് നമ്മുടെ ചെടി ഒരുപാട് വർഷങ്ങളായിട്ട് ഒരേ ചട്ടിയിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ മാറ്റിയെടുക്കണം. 2 വർഷം വരെ ഒരു ചട്ടിയിൽ പോവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ നമ്മൾ ആ മണ്ണിൽ കുറച്ച് എംസാൻഡ്, കുറച്ച് മണ്ണ്, അതായത് എംസാൻഡിൻ്റെ ഒപ്പം തന്നെ അല്ല, കുറച്ച് കൂടുതൽ മണ്ണ് അളവെടുത്തിട്ട് എല്ലുപൊടി, അതുപോലെ തന്നെ ഏതെങ്കിലും 1-2 യൂസ് ചെയ്താൽ മതിയിട്ട്, എല്ലാം യൂസ് ചെയ്യണമെന്നില്ല. ഒന്നുപോലെ എല്ലുപൊടി, അതുപോലെ ചാരം, വെണ്ണീർ എന്ന് പറയില്ലേ, പിന്നെ മുട്ടത്തൊണ്ട്, അതുപോലെ തന്നെ ചാണകത്തിൻ്റെ പൊടി. ഇത് ഏതെങ്കിലും 2 യൂസ് ചെയ്തിട്ടുള്ള മണ്ണിൻ്റെ മിക്സിൽ, എംസാൻഡും കൂടിയുള്ള മണ്ണിൻ്റെ മിക്സിലാണ് അഡീനിയം ചെടി വെക്കേണ്ടത്. ഒരിക്കലും ചകിരിച്ചോറ് പോലുള്ള ഒന്നും അഡീനിയത്തിന് സൂട്ടല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒത്തിരി വലുപ്പമുള്ള ചട്ടികളിൽ അഡീനിയം വെക്കരുത്. അതുപോലെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്പ് അടിയിൽ നിന്ന് വെട്ടിയെടുക്കുക. അതായത് ഒരു കമ്പിൻ്റെ ഒരു 3 ഇല വരെ അതുമ്പോൾ നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ള ചെടിയായിട്ട് വരും. ഇപ്പോൾ ഇതിൻ്റെ ഈ മഞ്ഞ കളറുള്ള പൂവുള്ള ചെടി അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു റോസ് കളറുള്ള പൂക്കളുള്ള ആ അഡീനിയം ഒത്തിരി നീളം വെച്ചിട്ട് അതിന്മേൽ പൂക്കൾ താങ്ങണില്ല. അപ്പോൾ കമ്പ് താഴെ വീണ് നമുക്കത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കയറി കാണുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.